ഹായ് ഫ്രണ്ട്സ്, PSC ലേണിംഗ് ട്രിക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ജൂലൈ 18 നടക്കാനിരിക്കുന്ന കമ്പനി ബോർഡ് LGS പരീക്ഷയുമായി ബന്ധപ്പെട്ടിട്ടുള്ള പരിശീലന ക്ലാസ്സുകളാണ് നമ്മൾ ചെയ്യുന്നത്. ഇന്നത്തെ ക്ലാസ്സിൽ PSC പ്രീവിയസ് ഇയറിൽ LGS ലെവലിൽ നടത്തിയിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷനാണ് ചെയ്യുന്നത്. 60/2022 എന്ന ചോദ്യപേപ്പർ കോഡാണ് എടുത്തിട്ടുള്ളത്. ഇന്നത്തെ ക്ലാസ്സിൽ PSCയുടെ ഫൈനൽ ആൻസർ കീ പ്രകാരമുള്ള ഉത്തരങ്ങളും അതുപോലെ തന്നെ ഓരോ ചോദ്യങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുള്ള അനുബന്ധ വസ്തുതകളുമാണ് നമ്മൾ പഠിച്ചു പോകുന്നത്. ഈ ഒരു ക്ലാസ് വരാനിരിക്കുന്ന പരീക്ഷയ്ക്ക് നിങ്ങൾക്ക് വളരെയധികം ഉപകാരപ്പെടുന്ന ഒരു ക്ലാസ് ആയിരിക്കും. മാത്സിൻ്റെ എല്ലാ ചോദ്യങ്ങളും നമ്മൾ ചെയ്തു നോക്കിയാണ് പോകുന്നത്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിലൂടെ ചോദിക്കാം. അപ്പോൾ നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലേക്ക് കടക്കാം. അതിനു മുമ്പായിട്ട് ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ക്ലാസ്സുകൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, അതോടൊപ്പം ഫ്രണ്ട്സിലേക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്തെത്തിക്കുക. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ ക്ലാസ്സിലേക്ക് കടക്കാം. എല്ലാവർക്കും ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിലെ ആദ്യത്തെ ചോദ്യം ഇതാണ്: മലയാള ഭാഷയും സംസ്കാരവും ആഗോളതലത്തിൽ പ്രചരിപ്പിക്കുന്നതിനായി കേരള സർക്കാർ ആരംഭിച്ച സംരംഭം. മലയാള ഭാഷയും സംസ്കാരവും ആഗോളതലത്തിൽ പ്രചരിപ്പിക്കുന്നതിനായി കേരള സർക്കാർ ആരംഭിച്ച സംരംഭം. ഉത്തരം ഓപ്ഷൻ സി, മലയാളം മിഷൻ. ഓപ്ഷൻ സി, മലയാളം മിഷൻ. സാംസ്കാരിക വകുപ്പിന് കീഴിൽ പ്രവർത്തിക്കുന്ന ഇതിൻ്റെ ആപ്തവാക്യം എന്നാൽ എവിടെയായാലും മലയാളി എന്നും മലയാളി എന്നാണ്. ഈ സംരംഭത്തിൻ്റെ ആപ്തവാക്യമാണ് എവിടെയായാലും മലയാളി എന്നും മലയാളി. ഓർത്തിരിക്കുക. അടുത്ത രണ്ടാമത്തെ ചോദ്യം: മീശ എന്ന നോവൽ രചിച്ചത് ആരാണ്? മീശ എന്ന നോവൽ രചിച്ചത് ആരാണ്? ഉത്തരം ഓപ്ഷൻ ഡി, എസ് ഹരീഷ്. ഓപ്ഷൻ ഡി, എസ് ഹരീഷ് ആണ് ഉത്തരം. ഈ നോവലിന് 2019 കേരള സാഹിത്യ അക്കാദമി പുരസ്കാരവും 2020 JCB സാഹിത്യ പുരസ്കാരവും ലഭിച്ചിട്ടുണ്ട്. അടുത്തത് മൂന്നാമത്തെ ചോദ്യം: K-ഫോൺ പദ്ധതിയെക്കുറിച്ച് ശരിയായ പ്രസ്താവന. K-ഫോൺ പദ്ധതിയെക്കുറിച്ച് ശരിയായ പ്രസ്താവന. ഉത്തരം ഓപ്ഷൻ ബി ആണ്. എല്ലാ വീടുകളിലും അതിവേഗ ഇൻ്റർനെറ്റ് സേവനം. എല്ലാ വീടുകളിലും അതിവേഗ ഇൻ്റർനെറ്റ് സേവനം. ഇൻ്റർനെറ്റ് പൗരൻ്റെ മൗലിക അവകാശമായി പ്രഖ്യാപിച്ച ആദ്യ സംസ്ഥാനം കേരളമാണ്. K-ഫോൺ എന്നാൽ കേരള ഫൈബർ ഒപ്റ്റിക് നെറ്റ്വർക്ക് ആണെന്നുകൂടി ഓർത്തിരിക്കുക. നാലാമത്തെ ചോദ്യം: ആദ്യ പഞ്ചവത്സര പദ്ധതി നടപ്പിലാക്കിയ വർഷം. ആദ്യ പഞ്ചവത്സര പദ്ധതി നടപ്പിലാക്കിയ വർഷം. ഉത്തരം ഓപ്ഷൻ ബി, 1951. 1951 ഹറോൾഡ് ഡോമർ മോഡലിനെ അടിസ്ഥാനമാക്കിയായിരുന്നു ഈ പദ്ധതി. കാർഷിക മേഖലയ്ക്കാണ് മുൻതൂക്കം കൊടുത്തത്. അഞ്ചാമത്തെ ചോദ്യം: COVID-19 ബന്ധപ്പെട്ട് സർക്കാർ പുറത്തിറക്കിയ മൊബൈൽ ആപ്ലിക്കേഷൻ. ഉത്തരം ഓപ്ഷൻ എ, ആരോഗ്യ സേതു. കോവിഡുമായി ബന്ധപ്പെട്ട് സർക്കാർ പുറത്തിറക്കിയ മൊബൈൽ ആപ്ലിക്കേഷനാണ് ആരോഗ്യ സേതു. നാഷണൽ ഇൻഫർമാറ്റിക്സ് സെൻറ്റർ ആണ് ഈ ആപ്പ് വികസിപ്പിച്ചെടുത്തിട്ടുള്ളത്. ആറാമത്തെ ചോദ്യം: കേരള ആരോഗ്യ സർവകലാശാലയുടെ ആസ്ഥാനം. ഉത്തരം ഓപ്ഷൻ എ, തൃശ്ശൂർ. 2010 സ്ഥാപിതമായ ഈ സർവകലാശാല തൃശ്ശൂരിലെ മുളങ്കുന്നത്തുകാവിലാണെന്ന് ഓർത്തിരിക്കുക. അടുത്ത ചോദ്യം, ഏഴാമത്തെ ചോദ്യമാണ്: അർജുന അവാർഡ് നേടിയ അങ്കിത റെയ്നയുടെ കായിക ഇനം ഏത്? അർജുന അവാർഡ് നേടിയ അങ്കിത റെയ്നയുടെ കായിക ഇനം ഏത്? ഉത്തരം ഓപ്ഷൻ സി, ടെന്നീസ്. ഓപ്ഷൻ സി, ടെന്നീസ്. 2018 ഏഷ്യൻ ഗെയിംസിൽ വനിതാ സിംഗിൾസിൽ അങ്കിത വെങ്കല മെഡൽ നേടിയിട്ടുണ്ട്. എട്ടാമത്തെ ചോദ്യം: കുടുംബശ്രീ പദ്ധതിയുടെ പ്രധാന ലക്ഷ്യങ്ങൾ. കുടുംബശ്രീ പദ്ധതിയുടെ പ്രധാന ലക്ഷ്യങ്ങൾ. 1. ദരിദ്ര നിർമ്മാർജ്ജനം. അടുത്തത് 3. വനിതാ ശാക്തീകരണം. 1ഉം 3ഉം. ഓപ്ഷൻ ഡി ആണ് ശരിയായിട്ടുള്ള ഉത്തരം. കുടുംബശ്രീയുടെ പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങളാണ് ദരിദ്ര നിർമ്മാർജ്ജനവും വനിതാ ശാക്തീകരണവും. ഇനി കുടുംബശ്രീ പദ്ധതി ഉദ്ഘാടനം ചെയ്തത് 1998 മെയ് 17 അന്നത്തെ പ്രധാനമന്ത്രിയായിരുന്ന അടൽ ബിഹാരി വാജ്പേയി ആണ് ഉദ്ഘാടനം ചെയ്തത്. മലപ്പുറത്ത് വെച്ചായിരുന്നു ഉദ്ഘാടനം. ഇത് തദ്ദേശ സ്വയംഭരണ വകുപ്പിന് കീഴിൽ വരുന്ന ഈ ദരിദ്ര നിർമ്മാർജ്ജന പദ്ധതി ആരംഭിക്കുന്നത്. അടുത്തത് 9ാമത്തെ ചോദ്യം: നിർദ്ദിഷ്ട സിൽവർ ലൈൻ പദ്ധതിയിൽ ഉൾപ്പെടാത്ത ജില്ല. നിർദ്ദിഷ്ട സിൽവർ ലൈൻ പദ്ധതിയിൽ ഉൾപ്പെടാത്ത ജില്ല. ഉത്തരം ഓപ്ഷൻ സി, പത്തനംതിട്ട. ഓപ്ഷൻ സി, പത്തനംതിട്ട. സിൽവർ ലൈൻ അഥവാ കേരളയിൽ നിന്നാണ് ഓർത്തിരിക്കുക. ഇത് കേരളത്തിലെ ഒരു
സെമി ഹൈസ്പീഡ് റെയിൽവേ പദ്ധതിയാണ്. തിരുവനന്തപുരം കാസർഗോഡ് വരെ നീളുന്ന പാതയായിരുന്നു ഇതിന് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഈ പദ്ധതി കടന്നു പോകുന്നത് കേരളത്തിലെ 11 ജില്ലകളിലൂടെ എന്നാണ് തീരുമാനിച്ചിരിക്കുന്നത്. അടുത്തത് 10ാമത്തെ ചോദ്യം. ISROയുടെ ഇപ്പോഴത്തെ ചെയർമാൻ. അതായത് ഈ ചോദ്യം 2022 ബേസ് ചെയ്താണ്. അന്നത്തെ ISROയുടെ ചെയർമാൻ ഓപ്ഷൻ എ എസ് സോമനാഥാണ്. എന്നാൽ ഇപ്പോൾ ISROയുടെ ചെയർമാൻ ഡോക്ടർ വി നാരായണനാണ് എന്നോർത്തിരിക്കുക. അതായത് എസ് സോമനാഥിൻ്റെ കാലാവധി പൂർത്തിയായതിനെ തുടർന്ന് ISROയുടെ ചെയർമാനായ വ്യക്തിയാണ് ഇപ്പോഴത്തെ ചെയർമാൻ ഡോക്ടർ വി നാരായൺ. 11ാമത്തെ ചോദ്യം. വിന്ധ്യാപർവ്വതം മുതൽ ഇന്ത്യൻ ഉപദ്വീപിൻ്റെ തെക്കേ അറ്റം വരെ വ്യാപിച്ചു കിടക്കുന്ന വിസ്തൃതമായ ഭൂവിഭാഗം. ഉത്തരം ഓപ്ഷൻ സി ഡെക്കാൻ പീഠഭൂമി. ഡെക്കാൻ പീഠഭൂമിയാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ പീഠഭൂമി. ഇതിൻ്റെ ആകൃതി ത്രികോണ ആകൃതിയാണ്. ഇതിൻ്റെ പടിഞ്ഞാറ് ഭാഗത്ത് പശ്ചിമഘട്ടവും കിഴക്ക് ഭാഗത്ത് പൂർവ്വഘട്ടവുമാണ് സ്ഥിതി ചെയ്യുന്നത്. 12ാമത്തെ ചോദ്യം. താഴെ തന്നിട്ടുള്ളവയിൽ നിന്നും ശരിയായ പാരമ്പര്യേതര ഊർജ സ്രോതസ്സുകൾ കണ്ടെത്തുക. 1. സൗരോർജം. 2. ജൈവവാതകവും സൗരോർജവും. 3. കാറ്റിൽ നിന്നുള്ള ഊർജം. ഓപ്ഷൻ സി ആണ് ശരിയായിട്ടുള്ള ഉത്തരം. തന്നിട്ടുള്ള 3ഉം എന്താണ്? പാരമ്പര്യേതര ഊർജ സ്രോതസ്സുകളാണ്. ഒരിക്കലും തീർന്നു പോകാത്തതും പ്രകൃതിക്ക് ദോഷം ചെയ്യാത്തതുമായ ഊർജമാണ് പാരമ്പര്യേതര ഊർജ സ്രോതസ്സ് അഥവാ ഊർജം എന്ന് പറയുന്നത്. സൗരോർജം, കാറ്റിൽ നിന്നുള്ള ഊർജം, അതുപോലെ തന്നെ ടൈഡൽ ഊർജം, ബയോഗ്യാസ് എന്നിവ ഇതിന് ഉദാഹരണങ്ങളാണ്. 13ാമത്തെ ചോദ്യം. ഇന്ത്യയുമായി കരയതിർത്തി പങ്കുവയ്ക്കുന്ന അയൽ രാജ്യങ്ങൾ ഏതാണെന്ന് കണ്ടെത്തുക. ഉത്തരം ചൈന, നേപ്പാൾ, പാകിസ്ഥാൻ, ഭൂട്ടാൻ. തന്നിട്ടുള്ള എല്ലാ രാജ്യങ്ങളും ഇന്ത്യയുമായി കരയതിർത്തി പങ്കുവയ്ക്കുന്നതാണ്. ഓപ്ഷൻ ഡി ആണ് ഉത്തരമായിട്ട് വരുന്നത്. 14ാമത്തെ ചോദ്യം നോക്കാം. ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി. ഉത്തരം ഓപ്ഷൻ എ മൗണ്ട് എവറസ്റ്റ്. മൗണ്ട് എവറസ്റ്റിൻ്റെ ഔദ്യോഗിക ഉയരം എന്ന് പറയുന്നത് 8848.86 മീറ്ററാണ്. നേപ്പാളിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഹിമാലയൻ പർവ്വത നിലയത്തിലാണ്. അതുപോലെ തന്നെ നേപ്പാളിൽ മൗണ്ട് എവറസ്റ്റിനെ സാഗർ മാത എന്നും അറിയപ്പെടുന്നുണ്ട്. അതുപോലെ തന്നെ ലോകത്തിലെ 2ാമത്തെ ഉയർന്ന കൊടുമുടി ഗോഡ്വിൻ ഓസ്റ്റിൻ അഥവാ മൗണ്ട് K2 ആണെന്ന് കൂടി ഓർത്തിരിക്കുക. 15ാമത്തെ ചോദ്യം. മണിക്കാരൻ താപോർജ കേന്ദ്രം സ്ഥിതി ചെയ്യുന്ന ഇന്ത്യൻ സംസ്ഥാനം. ഉത്തരം ഓപ്ഷൻ ഡി ഹിമാചൽ പ്രദേശ്. ഹിമാചൽ പ്രദേശിലെ കുളു ജില്ലയിലെ പാർവതി താഴ്വരയിലാണ് ഈ ജിയോ തെർമൽ പ്ലാന്റ് സ്ഥിതി ചെയ്യുന്നത്. 16. സിന്ധു, ഗംഗ, ബ്രഹ്മപുത്ര നദികളുടെ എക്കൽ നിക്ഷേപങ്ങൾ മൂലം രൂപപ്പെട്ട ഭൂവിഭാഗം. ഉത്തരം ഓപ്ഷൻ എ ഉത്തര മഹാസമതലം. 17ാമത്തെ ചോദ്യം. ഇന്ത്യയിലെ ഏറ്റവും പഴക്കം ചെന്നതും വലിപ്പമുള്ളതുമായ സ്റ്റീൽ പ്ലാന്റ്. ഉത്തരം ഓപ്ഷൻ എ ആണ് ടാറ്റ അയൺ ആൻഡ് സ്റ്റീൽ കമ്പനി. 1907 ഇത് സ്ഥാപിതമായത്. അടുത്തത് 18ാമത്തെ ചോദ്യം. ഇന്ത്യയിലൂടെ കടന്നു പോകുന്ന പ്രധാന അക്ഷാംശ രേഖ. ഓപ്ഷൻ എ ഉത്തരായന രേഖ. 23.5 ഡിഗ്രി നോർത്താണ് ഇന്ത്യയിലൂടെ കടന്നു പോകുന്ന പ്രധാന അക്ഷാംശ രേഖ. 23.5 ഡിഗ്രി നോർത്താണ് ഉത്തരായന രേഖ. ഓർത്തിരിക്കുക. ഇത് ഇന്ത്യയിലെ 8 സംസ്ഥാനങ്ങളിലൂടെയാണ് കടന്നു പോകുന്നത്. 19ാമത്തെ ചോദ്യം. ഇന്ത്യയിലെ ഏറ്റവും ദൈർഘ്യമേറിയ ദേശീയപാത NH44. ഓപ്ഷൻ ബി NH44. ശ്രീനഗർ മുതൽ കന്യാകുമാരി വരെയാണ് ഈ പാതയുടെ നീളം. 20ാമത്തെ ചോദ്യം. മുംബൈയെയും മാംഗ്ലൂരിനെയും തമ്മിൽ ബന്ധിപ്പിച്ചുകൊണ്ട് പശ്ചിമ തീരത്തുകൂടെ കടന്നു പോകുന്ന പ്രധാന ഇന്ത്യൻ റെയിൽവേ ഏതാണ്? മുംബൈയെയും ബാംഗ്ലൂരിനെയും തമ്മിൽ ബന്ധിപ്പിച്ചുകൊണ്ട് പശ്ചിമ തീരത്തുകൂടെ കടന്നു പോകുന്ന പ്രധാന റെയിൽവേ ശൃംഖല. ഉത്തരം ഓപ്ഷൻ ഡി കൊങ്കൺ റെയിൽവേ. മഹാരാഷ്ട്ര, ഗോവ, കർണാടക എന്നീ സംസ്ഥാനങ്ങളിലൂടെയാണിത് കടന്നു പോകുന്നത്. 21ാമത്തെ ചോദ്യം.
അയിത്ത നിരോധന നിയമം നിലവിൽ വന്ന വർഷം. അയിത്ത നിരോധന നിയമം നിലവിൽ വന്ന വർഷം. ഓപ്ഷൻ സി 1955. ഓപ്ഷൻ സി 1955. പിന്നീട് 1976 ഇതിൽ സിവിൽ അവകാശ സംരക്ഷണ നിയമം എന്ന് പുനർനാമകരണം ചെയ്യപ്പെട്ടു. 1976 ഇത് സിവിൽ അവകാശ സംരക്ഷണ നിയമം എന്ന് പുനർനാമകരണം ചെയ്തു. 22ാമത്തെ ചോദ്യം. പൗരന്മാരെ നിയമവിരുദ്ധമായി തടങ്കലിൽ വയ്ക്കുന്നതിന് എതിരായി സുപ്രീം കോടതിയും ഹൈക്കോടതിയും പുറപ്പെടുവിക്കുന്ന ഉത്തരവ് ഏതാണ്? ഉത്തരം ഓപ്ഷൻ എ ഹേബിയസ് കോർപ്പസ്. പൗരന്മാരെ നിയമവിരുദ്ധമായി തടങ്കലിൽ വയ്ക്കുന്നതിന് എതിരായിട്ട് സുപ്രീം കോടതിയും ഹൈക്കോടതിയും പുറപ്പെടുവിക്കുന്ന ഉത്തരവാണ് ഹേബിയസ് കോർപ്പസ്. ശരീരം ഹാജരാക്കുക എന്നതാണ് ഈ ലാറ്റിൻ വാക്കിൻ്റെ അർത്ഥം. 6ാമത്തെ ചോദ്യം. ഇന്ത്യൻ ഭരണഘടന ഏതുതരം മൗലിക അവകാശങ്ങളാണ് ഉറപ്പു നൽകുന്നത്? എത്ര തരം മൗലിക അവകാശങ്ങളാണ് ഉറപ്പു നൽകുന്നത്? ഉത്തരം ഓപ്ഷൻ ഡി 6. ഇന്ത്യൻ ഭരണഘടന എത്ര തരം മൗലിക അവകാശങ്ങളാണ് ഉറപ്പു നൽകുന്നത്? ഉത്തരം 6. ഭരണഘടന നിലവിൽ വന്നപ്പോൾ 7 മൗലിക അവകാശങ്ങളുണ്ടായിരുന്നു. സ്വത്തവകാശത്തെ അതിൽ നിന്ന് ഒഴിവാക്കി നിലവിൽ 6 മൗലിക അവകാശങ്ങളാണ് ഉറപ്പു നൽകുന്നത്. 24ാമത്തെ ചോദ്യം. മൗലിക ചുമതലകൾ ഭരണഘടനയിൽ കൂട്ടിച്ചേർത്തത് ഏത് ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ്? മൗലിക ചുമതലകൾ ഭരണഘടനയിൽ കൂട്ടിച്ചേർത്തത് ഏത് ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ്? ഉത്തരം ഓപ്ഷൻ ബി 42ാം ഭേദഗതി. ഓപ്ഷൻ ബി 42ാം ഭേദഗതി. 25ാമത്തെ ചോദ്യം. ഇന്ത്യയുടെ ദേശീയ പതാകയെ ത്രിവർണ പതാക ഭരണഘടനാ നിർമ്മാണ സമിതി അംഗീകരിച്ചത് എന്നാണ്? ഉത്തരം ഓപ്ഷൻ ബി 1947 ജൂലൈ 22. 26ാമത്തെ ചോദ്യം. ഇന്ത്യയുടെ ദേശീയ നദി ഏതാണ്? ഉത്തരം ഓപ്ഷൻ എ ഗംഗ. 2008 നവംബർ 4 ഗംഗയെ ദേശീയ നദിയായിട്ട് പ്രഖ്യാപിച്ചത്. ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ നദിയും ഗംഗയാണ്. 27ാമത്തെ ചോദ്യം. ഇന്ത്യയുടെ ദേശീയ ഗീതം രചിച്ചത് ആരാണ്? ഉത്തരം ഓപ്ഷൻ സി ബങ്കിങ് ചന്ദ്ര ചാറ്റർജി. അദ്ദേഹത്തിൻ്റെ ആനന്ദമഠം എന്ന നോവലിൽ നിന്നാണ് വന്ദേമാതരം എടുത്തിട്ടുള്ളത്. ദേശീയ ഗാനം രചിച്ചത് രവീന്ദ്രനാഥ് ടാഗോറാണ്. 28ാമത്തെ ചോദ്യം. ഇന്ത്യയുടെ ദേശീയ ഗാനം ആലപിക്കാൻ എടുക്കേണ്ട സമയം? ഉത്തരം ഓപ്ഷൻ ബി 52 സെക്കൻഡ്. 1950 ജനുവരി 24 ജനഗണമനയായിട്ടുള്ള ദേശീയ ഗാനം അംഗീകരിച്ചതെന്നുകൂടി ഓർത്തിരിക്കുക. 29ാമത്തെ ചോദ്യം. ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ പ്രഥമ ചെയർമാൻ ആരായിരുന്നു? ഉത്തരം ഓപ്ഷൻ സി ജസ്റ്റിസ് രംഗനാഥ മിശ്ര. 1993 ഒക്ടോബർ 12 ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ രൂപീകൃതമായത്. കമ്മീഷൻ ചെയർമാനാകുന്നത് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആയിരുന്ന ജസ്റ്റിസോ അല്ലെങ്കിൽ ജഡ്ജിയോ ആയിരുന്ന വ്യക്തിയായിരിക്കും. 30ാമത്തെ ചോദ്യം. 1990 വിവരാവകാശത്തിന് വേണ്ടിയുള്ള പ്രസ്ഥാനം ആരംഭിച്ച സംഘടന? ഉത്തരം ഓപ്ഷൻ ഡി മസ്തൂർ കിസാൻ ശക്തി സംഘാതൻ. 31ാമത്തെ ചോദ്യം. ചേരുംപടി ചേർത്ത് ശരിയായ ഉത്തരം എഴുതുക. ചേരുംപടി ചേർത്ത് ശരിയായ ഉത്തരം എഴുതുക. ബ്രഹ്മസമാജം രൂപീകരിച്ചത് ആരാണ്? രാജാറാം മോഹൻ റോയ് ആണ്. ബ്രഹ്മസമാജം രാജാറാം മോഹൻ റോയ് ആണ്. അതുപോലെ തന്നെ ആര്യസമാജം സ്ഥാപിച്ചത് ആരാണ്? ദയാനന്ദ സരസ്വതിയാണ്. അതുപോലെ തന്നെ പ്രാർത്ഥനാ സമാജം സ്ഥാപിച്ചത് ആത്മാറാം പണ്ടൂരംഗയാണ്. അതുപോലെ തന്നെ ബ്രഹ്മസമാജം ഓഫ് ഇന്ത്യ സ്ഥാപിച്ചത് കേശവ ചന്ദ്ര സെൻ ആണ്. ഉത്തരം ഓപ്ഷൻ എ ആണ്. ഓപ്ഷൻ എ ആണ് കറുപ്പിക്കേണ്ടത്. 1828 ബ്രഹ്മസമാജം രൂപീകരിച്ചത്. ആര്യസമാജം 1875 പ്രാർത്ഥനാ സമാജം 1867. അതുപോലെ തന്നെ കേശവചന്ദ്രസെന്നിൻ്റെ നേതൃത്വത്തിൽ ബ്രഹ്മസമാജം ഓഫ് ഇന്ത്യ രൂപീകരിച്ചത് 1866. 32ാമത്തെ ചോദ്യം.
ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ നടത്തിയ അവസാനത്തെ ബഹുജന സമരമായിരുന്നു ഏത്? ഓപ്ഷൻ ഡി ക്വിറ്റ് ഇന്ത്യ സമരം. ഓപ്ഷൻ ഡി ക്വിറ്റ് ഇന്ത്യ സമരം. 33-ാമത്തെ ചോദ്യം. സാന്താൾ കലാപം നടന്ന വർഷം. ഉത്തരം ഓപ്ഷൻ ബി 1855 1856 കാലഘട്ടത്തിലാണ്. നേതാക്കള് സിദ്ദു, കാനു എന്നിവരായിരുന്നു. അതുപോലെ തന്നെ പ്രദേശം രാജ്മഹൽ കുന്നിലെ, അതായത് ഇന്നത്തെ ജാർഖണ്ഡാണ് കേട്ടോ, അതാണ് രാജ്മഹൽ കുന്ന് എന്നറിയപ്പെടുന്നത്. രാജ്മഹൽ കുന്നിലെ ബ്രിട്ടീഷ് ചൂഷണങ്ങൾക്കും സമീന്ദാരി വ്യവസ്ഥയ്ക്കുമെതിരെയാണ് സാന്താൾ കലാപം നടന്നത്. 34. ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിന്റെ നേഴ്സറി എന്നറിയപ്പെടുന്നത്. ഓപ്ഷൻ സി ബംഗാൾ. ഓപ്ഷൻ സി ബംഗാള്. 35. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രസിഡന്റ് സ്ഥാനം അലങ്കരിച്ച ഏക മലയാളി ആരായിരുന്നു? ഉത്തരം ഓപ്ഷൻ സി സി ശങ്കരൻ നായർ. ഓപ്ഷൻ സി സി ശങ്കരൻ നായർ. അടുത്തത്, ഒന്നാം സ്വാതന്ത്ര്യ സമരം ആരംഭിച്ചത് എന്നാണ്? ഉത്തരം ഓപ്ഷൻ ഡി 1857 മെയ് 10. മീററ്റിലെ സൈനിക താവളത്തിൽ നിന്നാണ് കലാപം ഔദ്യോഗികമായി ആരംഭിച്ചത്. ആദ്യത്തെ ഇതിൻ്റെ രക്തസാക്ഷി എന്ന് പറയുന്നത് മംഗൾ പാണ്ഡെയാണ്. 1857 ഏപ്രിൽ 8 അദ്ദേഹത്തെ തൂക്കിലേറ്റി. നേതാവ് വിപ്ലവകാരികൾ ഡൽഹിയിലെത്തിയ മുഗൾ ചക്രവർത്തിയെ ബഹദൂർ ഷാ രണ്ടാമനെ ഇന്ത്യയുടെ ചക്രവർത്തിയായിട്ട് പ്രഖ്യാപിച്ചു. 37-ാമത്തെ ചോദ്യം. ക്വിറ്റ് ഇന്ത്യ ദിനം എന്നാണ്? ഉത്തരം ഓപ്ഷൻ ഡി ഓഗസ്റ്റ് 9 1942. ഓഗസ്റ്റ് 9 1942 ക്വിറ്റ് ഇന്ത്യ ദിനമായി ആചരിക്കുന്നത്. അതുപോലെ തന്നെ ഓഗസ്റ്റ് 9 ക്വിറ്റ് ഇന്ത്യ ദിനം അല്ലെങ്കിൽ ക്രാന്തി ദിവസ് ആയിട്ടാണ് ആചരിക്കുന്നത്. 38-ാമത്തെ ചോദ്യം. അതിർത്തി ഗാന്ധി എന്നറിയപ്പെടുന്നത് ആരാണ്? ഉത്തരം ഓപ്ഷൻ എ ഖാൻ അബ്ദുൾ ഖാഫർ ഖാനാണ് അതിർത്തി ഗാന്ധി എന്ന് അറിയപ്പെടുന്നത്. ഭാരതരത്നം ലഭിച്ച ആദ്യ വിദേശിയാണ് ഖാൻ അബ്ദുൾ ഖാഫർ ഖാൻ. 39-ാമത്തെ ചോദ്യം. സ്വാതന്ത്ര്യലബ്ധിക്ക് ശേഷം ഗോവ പോർച്ചുഗീസുകാരിൽ നിന്നും വീണ്ടെടുക്കുന്നതിനായി ഇന്ത്യ നടത്തിയ സൈനിക മുന്നേറ്റം അറിയപ്പെടുന്നത് ഏതു പേരിലാണ്? ഉത്തരം ഓപ്പറേഷൻ വിജയ്. ഓപ്ഷൻ ബി ഓപ്പറേഷൻ വിജയ്. 1961 ഡിസംബറിലാണ് പോർച്ചുഗീസുകാരിൽ നിന്നും ഗോവയെ മോചിപ്പിച്ചത്. 1987 മെയ് 30 ഗോവ ഇന്ത്യയുടെ 25ാമത് സംസ്ഥാനമായിട്ട് മാറി. 40-ാമത്തെ ചോദ്യം. സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷന്റെ അധ്യക്ഷൻ. ഉത്തരം ഓപ്ഷൻ എ ഫസൽ അലി. ഓപ്ഷൻ എ ഫസൽ അലി. 41. കേരളത്തിന്റെ ഹരിത ശ്വാസകോശം എന്നറിയപ്പെടുന്ന പക്ഷി സങ്കേതം. ഓപ്ഷൻ എ മംഗളവനം. ഓപ്ഷൻ എ മംഗളവനം എറണാകുളം ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്. കേരളത്തിലെ ഏറ്റവും ചെറിയ പക്ഷി സങ്കേതമാണിത്. 42. സിംഹവാലൻ കുരങ്ങുകളുടെ ആവാസ വ്യവസ്ഥയായി നിലനിർത്തുന്നത് ഏതാണ്? ഉത്തരം ഓപ്ഷൻ സി സൈലന്റ് വാലി ദേശീയോദ്യാനം. സൈലന്റ് വാലി ദേശീയോദ്യാനം പാലക്കാട് ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്. സൈലന്റ് വാലിയിലൂടെ ഒഴുകുന്ന പുഴയാണ് കുന്തിപ്പുഴ. സൈലന്റ് വാലിയിൽ നിന്ന് ഉത്ഭവിക്കുന്ന പുഴയാണ് തൂതപ്പുഴ. 43. കേരളത്തിലെ ഏക ശുദ്ധജല തടാകം. ഉത്തരം ഓപ്ഷൻ ബി ശാസ്താംകോട്ട കായൽ. ഓപ്ഷൻ ബി ശാസ്താംകോട്ട കായൽ കൊല്ലം ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്. കായലുകളുടെ രാജ്ഞി എന്നാണ് അറിയപ്പെടുന്നത്. അടുത്തത് 44-ാമത്തെ ചോദ്യം. കേരളത്തിലെ ഏറ്റവും വലിയ ജലസേചന പദ്ധതി. ഓപ്ഷൻ ഡി ഇടുക്കി. ഓപ്ഷൻ ഡി ഇടുക്കി. 45. മത്സ്യബന്ധനം ഏറ്റവും കൂടുതലുള്ള ജില്ല. ഓപ്ഷൻ ഡി ആലപ്പുഴ. മത്സ്യബന്ധനം ഏറ്റവും കൂടുതലുള്ള ജില്ല ആലപ്പുഴയാണ്. ഉൾനാടൻ മത്സ്യബന്ധനത്തിലും ആലപ്പുഴ മുൻപന്തിയിലാണ്. കേരളത്തിൻ്റെ തീരദേശ ദൈർഘ്യമെന്ന് പറയുന്നത് 590 കിലോമീറ്ററാണ്. അടുത്തത് 46-ാമത്തെ ചോദ്യം. കേരളത്തിലെ ഏക ചന്ദന നിർമ്മാണ ഡിവിഷൻ. ഉത്തരം ഓപ്ഷൻ സി മറയൂർ. കേരളത്തിലെ ഏക ചന്ദന നിർമ്മാണ ഡിവിഷനാണ് മറയൂർ. ഇടുക്കി ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഇവിടെ പ്രകൃതിദത്തമായ ചന്ദന മരങ്ങളാണ് കാണപ്പെടുന്നത് എന്നുകൂടി ഓർത്തിരിക്കുക. 47-ാമത്തെ ചോദ്യം. കേരളത്തിൽ ഏറ്റവും കൂടുതൽ പട്ടണങ്ങളുള്ള ജില്ല ഏതാണ്? ഉത്തരം ഓപ്ഷൻ സി എറണാകുളം. ഓപ്ഷൻ സി എറണാകുളം. 2011 സെൻസസ് പ്രകാരം കേരളത്തിൽ ഏറ്റവും
നഗരവൽക്കരിക്കപ്പെട്ട ജില്ല എറണാകുളമാണ്. ഏറ്റവും കൂടുതൽ താലൂക്കുകളുള്ള ജില്ല കൂടിയാണ് എറണാകുളം. ഇനി 48ാമത്തെ ചോദ്യം. കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ നദി? ഉത്തരം ഓപ്ഷൻ ബി പെരിയാർ. ഓപ്ഷൻ ബി പെരിയാർ. 49. കേരളത്തിലെ ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള ജില്ല ഏതാണ്? ഉത്തരം ഓപ്ഷൻ ബി മലപ്പുറം. ഓപ്ഷൻ ബി മലപ്പുറം. ഏറ്റവും കൂടുതൽ ഗ്രാമപഞ്ചായത്തുകളുള്ളതും മലപ്പുറം ജില്ലയിലാണ്. 50ാമത്തെ ചോദ്യം. സംസ്ഥാനത്ത് 8നും 18നും ഇടയിലുള്ള കുട്ടികൾക്ക് നീന്തൽ പരിശീലനം നൽകാൻ കേരള സർക്കാർ നടപ്പിലാക്കിയ പദ്ധതി ഏതാണ്? കേരളത്തിൽ 8നും 18നും ഇടയിൽ പ്രായമുള്ള കുട്ടികൾക്ക് നീന്തൽ പരിശീലനം നൽകാൻ കേരള സർക്കാർ നടപ്പിലാക്കിയ പദ്ധതിയാണ് ഓപ്ഷൻ ഡി സ്പ്ലാഷ്. ഓപ്ഷൻ ഡി സ്പ്ലാഷ്. കുട്ടികളിൽ വെള്ളത്തിൽ മുങ്ങിയുള്ള മരണങ്ങൾ കുറയ്ക്കുന്നതിനും മികച്ച നീന്തൽ താരങ്ങളെ വാർത്തെടുക്കുന്നതിനുമായാണ് സംസ്ഥാന കായിക വകുപ്പ് ഈ പദ്ധതി ആരംഭിച്ചത്. 51ാമത്തെ ചോദ്യം. തിരുവിതാംകൂർ മുസ്ലിം മഹാജന സഭയുടെ സ്ഥാപകൻ ആരാണ്? തിരുവിതാംകൂർ മുസ്ലിം മഹാജന സഭയുടെ സ്ഥാപകൻ ആരാണ്? ഉത്തരം ഓപ്ഷൻ എ വക്കം അബ്ദുൽ ഖാദർ മൗലവി. വക്കം അബ്ദുൽ ഖാദർ മൗലവിയാണ് ഉത്തരം. വക്കം മൗലവി കേരളം മുസ്ലിം നവോത്ഥാനത്തിൻ്റെ പിതാവ് എന്നാണ് അറിയപ്പെടുന്നത്. പ്രശസ്തമായ സ്വദേശാഭിമാനി പത്രത്തിൻ്റെ സ്ഥാപകനാണ് വക്കം അബ്ദുൽ ഖാദർ മൗലവി. 52. താഴെ പറയുന്നവയിൽ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട് കേരളത്തിലുണ്ടായ മുന്നേറ്റങ്ങളിൽ ഉൾപ്പെടാത്തത് ഏതാണ്? താഴെ പറയുന്നവയിൽ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട് കേരളത്തിൽ ഉണ്ടായ മുന്നേറ്റങ്ങളിൽ ഉൾപ്പെടാത്തത് ഏതാണ്? ഉത്തരം ഓപ്ഷൻ ഡി വേലുത്തമ്പി കലാപം. ഓപ്ഷൻ ഡി വേലുത്തമ്പി കലാപം. വേലുത്തമ്പി ദളവയുടെ കലാപം 1809 ബ്രിട്ടീഷ് ഭരണത്തിനെതിരെയുള്ള ആദ്യകാല പ്രതിരോധങ്ങളുടെ ഭാഗമായാണ് കണക്കാക്കപ്പെടുന്നത്. മലബാർ കലാപവും ഉപ്പു സത്യാഗ്രഹവും കയ്യൂർ ലഹളയുമൊക്കെ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര കാലഘട്ടത്തിൽ നടന്നവയാണ്. 53ാമത്തെ ചോദ്യം. ആദിഭാഷ എന്ന ഗ്രന്ഥം എഴുതിയത് ആരാണ്? ഓപ്ഷൻ സി ചട്ടമ്പി സ്വാമികൾ. ആദിഭാഷ എന്ന ഗ്രന്ഥം എഴുതിയത് ചട്ടമ്പി സ്വാമികളാണ്. അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട മറ്റ് കൃതികളാണ് പ്രാചീന മലയാളം, വേദാധികാര നിരൂപണം തുടങ്ങിയവ. 54. പൂക്കോട്ടൂർ സംഭവം ഏത് സമരവുമായി ബന്ധപ്പെട്ടതാണ്? ഉത്തരം ഓപ്ഷൻ ബി മലബാർ കലാപം. ഓപ്ഷൻ ബി മലബാർ കലാപം. 55. താഴെ പറയുന്നവയിൽ കൂട്ടത്തിൽപ്പെടാത്തത് ഏതാണ്? ഉത്തരം ഓപ്ഷൻ ഡി നിജനന്ദവിലാസം. നിജനന്ദവിലാസം ഇത് എഴുതിയത് ചട്ടമ്പി സ്വാമികളാണ്. ബാക്കി 3 കൃതികൾ, അതായത് ദൈവശതകവും ദർശനമാലയും ശിവശതകവും എഴുതിയത് ശ്രീനാരായണ ഗുരുവാണ്. നിജനന്ദവിലാസം എഴുതിയത് ചട്ടമ്പി സ്വാമികളാണ്. 56ാമത്തെ ചോദ്യം. കേരളത്തിൽ ഉപ്പു സത്യാഗ്രഹത്തിൻ്റെ പ്രധാന കേന്ദ്രം ഏതായിരുന്നു? ഉത്തരം ഓപ്ഷൻ എ പയ്യന്നൂർ. കേരളത്തിൽ ഉപ്പു സത്യാഗ്രഹത്തിൻ്റെ പ്രധാന കേന്ദ്രം പയ്യന്നൂരായിരുന്നു. കെ കേളപ്പൻ്റെ നേതൃത്വത്തിലാണ് കോഴിക്കോട് നിന്ന് പയ്യന്നൂരിലേക്ക് ഉപ്പു സത്യാഗ്രഹ ജാഥ നയിച്ചത്. രണ്ടാം ബർദോളി എന്നറിയപ്പെടുന്നതും പയ്യന്നൂരാണ്. 57. ഇലക്ട്രിസിറ്റി പ്രക്ഷോഭം നടന്നത് എവിടെ? ഉത്തരം ഓപ്ഷൻ ബി തൃശൂർ 1936. തൃശൂർ 1936. ഇക്കണ്ട വാര്യർ, ഡോക്ടർ എ.ആർ. മേനോൻ, സി.ആർ. ഇയുണ്ണി എന്നിവരായിരുന്നു പ്രക്ഷോഭത്തിൻ്റെ നേതാക്കൾ. 58. സാധുജന പരിപാലന യോഗം സ്ഥാപിച്ചത് ആരാണ്? ഉത്തരം ഓപ്ഷൻ ബി അയ്യങ്കാളി. ഓപ്ഷൻ ബി അയ്യങ്കാളി. 1907 അയ്യങ്കാളി സാധുജന പരിപാലന യോഗം സ്ഥാപിച്ചത്. പിന്നീട് പുലയ മഹാസഭ എന്ന പേരിലേക്ക് മാറി. 59. കേരള ലിങ്കൺ എന്നറിയപ്പെടുന്ന സാമൂഹിക പരിഷ്കർത്താവ്? ഓപ്ഷൻ ഡി പണ്ഡിറ്റ് കറുപ്പൻ. കേരള ലിങ്കൺ എന്ന് വിശേഷിപ്പിച്ചത് ശിരോമണി പി.കെ. കോരു ആണെന്ന് കൂടി ഓർത്തിരിക്കുക. അടുത്തത് 60ാമത്തെ ചോദ്യം. വൈക്കം സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട് നടന്ന ഒരു പ്രധാന സംഭവമാണ് ഏത്? ഓപ്ഷൻ ഡി സവർണ ജാഥ. ഓപ്ഷൻ ഡി സവർണ ജാഥ. വൈക്കം സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട് നടന്ന ഒരു പ്രധാന സംഭവമാണ് സവർണ ജാഥ. മന്നത്ത് പത്മനാഭനാണ് സവർണ ജാഥ നയിച്ചത്. 61ാമത്തെ ചോദ്യം. താഴെ തന്നിരിക്കുന്നവയിൽ ഏതാണ് മനുഷ്യനിലെ പ്രധാന വിസർജന അവയവം? ഉത്തരം ഓപ്ഷൻ എ വൃക്കകൾ. ഓപ്ഷൻ എ വൃക്കകൾ.
രക്തത്തിലെ മാലിന്യങ്ങളെ അരിച്ചെടുത്ത് മൂത്രത്തിലൂടെ പുറന്തള്ളുന്നത് വൃക്കകളാണ്. വൃക്കയുടെ ഘടനാപരവും ധർമ്മപരവുമായ അടിസ്ഥാന ഘടകം നെഫ്രോണാണ്. 62-ാമത്തെ ചോദ്യം. ശ്വസന പ്രവർത്തനങ്ങളിൽ നിശ്വാസ സമയത്ത് നടക്കുന്ന പ്രക്രിയകളിൽ ശരി ഏതെന്ന് കണ്ടെത്തുക. ശ്വസന പ്രവർത്തനങ്ങളിൽ നിശ്വാസ സമയത്ത് നടക്കുന്ന പ്രക്രിയകളിൽ ശരി ഏതെന്ന് കണ്ടെത്തുക. ശ്വാസകോശങ്ങളിൽ നിന്ന് വായു പുറന്തള്ളപ്പെടുന്നു, ശരിയാണ്. അതുപോലെ തന്നെ ഔരാശയത്തിലെ വായുമർദ്ദം കൂടുന്നു, ശരിയാണ്. 1ഉം 3ഉം ഓപ്ഷൻ സി 1ഉം 3ഉമാണ് ശരിയായിട്ടുള്ള ഉത്തരങ്ങൾ. 1ഉം 3ഉമാണ് ശരിയായിട്ടുള്ള ഉത്തരങ്ങൾ. 63. ഏതു ജീവകത്തിൻ്റെ അപര്യാപ്തതയാണ് റിക്കറ്റ്സ് എന്ന രോഗത്തിന് കാരണം? ഏത് ജീവകത്തിൻ്റെ അപര്യാപ്തതയാണ് റിക്കറ്റ്സ് എന്ന രോഗത്തിന് കാരണം? ഉത്തരം ഓപ്ഷൻ ഡി, ജീവകം ഡി. ഓപ്ഷൻ ഡി, ജീവകം ഡി. 64-ാമത്തെ ചോദ്യം. ചുവടെ തന്നിരിക്കുന്നവയിൽ ഏതാണ് വൈറസ് കാരണമുണ്ടാകുന്ന രോഗങ്ങൾ? ചുവടെ തന്നിരിക്കുന്നതിൽ ഏതാണ് വൈറസ് കാരണമുണ്ടാകുന്ന രോഗങ്ങൾ? ഓപ്ഷൻ ബി, നിപ്പ എയ്ഡ്സ്. ഓപ്ഷൻ ബി, നിപ്പ എയ്ഡ്സ്. നിപ്പയും എയ്ഡ്സും വൈറസ് മൂലമുണ്ടാകുന്ന രോഗമാണ്. കോളറ, ക്ഷയം എന്നിവ ബാക്ടീരിയ മൂലവും മലേറിയ പ്രോട്ടോസോവ മൂലമുണ്ടാകുന്ന രോഗവുമാണ്. അടുത്തത് 65-ാമത്തെ ചോദ്യം. സർക്കാർ ആശുപത്രികളുടെ അടിസ്ഥാന സൗകര്യം മെച്ചപ്പെടുത്തി അവയെ ജനസൗഹൃദമാക്കുന്ന നവകേരള ദൗത്യത്തിൻ്റെ ഭാഗമായ പദ്ധതി ഏത്? സർക്കാർ ആശുപത്രികളുടെ അടിസ്ഥാന സൗകര്യം മെച്ചപ്പെടുത്തി അവയെ ജനസൗഹൃദമാക്കുന്ന നവകേരള ദൗത്യത്തിൻ്റെ ഭാഗമായ പദ്ധതി ഏതാണ്? ഉത്തരം ഓപ്ഷൻ ബി, ആർദ്രം. ഓപ്ഷൻ ബി, ആർദ്രം. പൊതുജനാരോഗ്യ സംവിധാനങ്ങളെ ശാക്തീകരിക്കുന്നതിനായി കേരള സർക്കാർ ആവിഷ്കരിച്ച പദ്ധതിയാണിത്. 66-ാമത്തെ ചോദ്യം. ചുവടെ ചേർത്തിരിക്കുന്ന വാതകങ്ങളിൽ ഹരിതഗൃഹ വാതകം അല്ലാത്തത് ഏതാണ്? ഓപ്ഷൻ ബി, നൈട്രജൻ. ഓപ്ഷൻ ബി, നൈട്രജൻ. കാർബൺ ഡയോക്സൈഡ്, മീഥെയ്ന്, ഫ്ലൂറോ കാർബൺ എന്നിവ പ്രധാന ഹരിതഗൃഹ വാതകങ്ങളാണ്. 67-ാമത്തെ ചോദ്യം. വനനശീകരണത്തിന് കാരണമാകാത്തത് ഏതാണ്? വനനശീകരണത്തിന് കാരണമാകാത്തത് ഏതാണ്? ഓപ്ഷൻ ഡി, സസ്യപരിപാലനം. ഓപ്ഷൻ ഡി, സസ്യപരിപാലനം. 68. ചുവടെ തന്നിട്ടുള്ളതിൽ വനത്തിൽ നിന്നും ലഭിക്കാത്ത ഉൽപ്പന്നം ഏതാണ്? ഓപ്ഷൻ സി, പെട്രോൾ. ഓപ്ഷൻ സി, പെട്രോൾ. പശ, മെഴുക്, പ്ലൈവുഡ് എന്നിവ വനവിഭവങ്ങളിൽ നിന്ന് നിർമ്മിക്കുമ്പോൾ പെട്രോൾ ഒരു ഫോസിൽ ഇന്ധനമാണ്. 69-ാമത്തെ ചോദ്യം. കേരളത്തിലെ മണ്ണുത്തിയിൽ വികസിപ്പിച്ചെടുത്ത മികച്ച പാവൽ വിത്തിനം ഏതാണ്? കേരളത്തിലെ മണ്ണുത്തിയിൽ വികസിപ്പിച്ചെടുത്ത മികച്ച പാവൽ വിത്തിനം ഏതാണ്? ഓപ്ഷൻ ബി, പ്രിയങ്ക. ഓപ്ഷൻ ബി, പ്രിയങ്ക. കേരള കാർഷിക സർവകലാശാലയുടെ കീഴിലുള്ള മണ്ണുത്തിയിൽ നിന്ന് വികസിപ്പിച്ചെടുത്ത വെളുത്ത നിറമുള്ള പാവലിനമാണ് പ്രിയങ്ക. 70-ാമത്തെ ചോദ്യം. ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പൈസസ് റിസർച്ച് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ഉത്തരം ഓപ്ഷൻ എ, കോഴിക്കോട്. 71-ാമത്തെ ചോദ്യം. താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകളിൽ തെറ്റായത് കണ്ടെത്തുക. 4-ാമത്തെ പ്രസ്താവനയൊന്ന് നോക്കുക. ഒരേ ആറ്റോമിക നമ്പരും വ്യത്യസ്ത മാസ് നമ്പറുമുള്ള ഒരു മൂലകത്തിൻ്റെ വ്യത്യസ്ത ആറ്റങ്ങളാണ് ഐസോബാറുകൾ. ഇതാണ് തെറ്റായ പ്രസ്താവന. 4 തെറ്റായ പ്രസ്താവന. ശ്രദ്ധിക്കുക. ഒരേ ആറ്റോമിക നമ്പരും വ്യത്യസ്ത മാസ് നമ്പറുമുള്ള ഒരേ മൂലകത്തിൻ്റെ വ്യത്യസ്ത ആറ്റങ്ങളാണ് ഐസോബാറുകൾ എന്നാണ് തന്നിരിക്കുന്നത്. ഇത് തെറ്റാണ്. അങ്ങനെ വരുന്നവ എന്താണ്? ഒരേ ആറ്റോമിക നമ്പരും വ്യത്യസ്ത മാസ് നമ്പറും ഉള്ളവയാണ് ഐസോടോപ്പുകൾ. ഇവർ തന്നിട്ടുള്ളത് ഐസോബാറുകൾ എന്നാണ്. അതുകൊണ്ടാണ് ഇത് തെറ്റായിപ്പോയത്. തെറ്റായ പ്രസ്താവന ഓപ്ഷൻ ഡി, 4 മാത്രം എന്നതാണ് ഉത്തരം. 72-ാമത്തെ ചോദ്യം. സിങ്ക് ബ്ലെൻഡിൻ്റെ സാന്ദ്രണത്തിന് ഉപയോഗിക്കുന്ന മാർഗം? ഉത്തരം ഓപ്ഷൻ സി, പ്ലവന പ്രക്രിയ. സിങ്ക് ബ്ലെൻഡിൻ്റെ സാന്ദ്രണത്തിന് ഉപയോഗിക്കുന്ന മാർഗമാണ് പ്ലവന പ്രക്രിയ. സൾഫൈഡ് അയിരുകളെ സാന്ദ്രണം ചെയ്യാൻ സാധാരണയായിട്ട് പ്ലവന പ്രക്രിയയാണ് ഉപയോഗിക്കുന്നത്. സിങ്ക് ബ്ലെൻഡ് എന്ന് പറയുന്നത്
ഒരു സൾഫൈഡ് അയിരാണ്. ഈ പ്രക്രിയയിൽ അയിര് പൊടിച്ച് വെള്ളവും പൈൻ ഓയിലും ചേർത്ത് മിശ്രിതത്തിലേക്ക് വായു കടത്തിവിട്ട് പതപ്പിച്ചാണ് ഉണ്ടാക്കുന്നത്. 73ാമത്തെ ചോദ്യം. കാൽസ്യത്തിൻ്റെ ബാഹ്യതമ ഷെല്ലിൻ്റെ നമ്പർ എത്ര? ഉത്തരം ഓപ്ഷൻ എ 4. ഓപ്ഷൻ എ 4. അടുത്തത് 74. ഡ്യൂട്ടീരിയത്തിലുള്ള ന്യൂട്രോണുകളുടെ എണ്ണം. ഓപ്ഷൻ ബി 1. ഡ്യൂട്ടീരിയത്തിലുള്ള ന്യൂട്രോണുകളുടെ എണ്ണം എത്രയാണ്? 1. ഹൈഡ്രജൻ്റെ ഒരു ഐസോട്ടോപ്പാണ് ഡ്യൂട്ടീരിയം. ഇതിൽ ഒരു പ്രോട്ടോണും ഒരു ഇലക്ട്രോണും ഒരു ന്യൂട്രോണുമാണ് അടങ്ങിയിരിക്കുന്നത്. ഹൈഡ്രജൻ്റെ മറ്റ് ഐസോട്ടോപ്പുകൾ പ്രോട്ടിയം, ട്രിഷിയം എന്നിവയാണ്. പ്രോട്ടിയത്തിൽ ന്യൂട്രോൺ ഇല്ല, ട്രിഷിയത്തിൽ 2 ന്യൂട്രോണുകളുണ്ട്. 75ാമത്തെ ചോദ്യം. ഭക്ഷണ പദാർത്ഥങ്ങൾ കേടുകൂടാതെ സൂക്ഷിക്കാൻ ചേർക്കുന്ന രാസവസ്തു. ഉത്തരം ഓപ്ഷൻ ബി സോഡിയം ബെൻസോയേറ്റ്. സോഡിയം ബെൻസോയേറ്റ് ആണ് ഭക്ഷണ പദാർത്ഥങ്ങൾ കേടുകൂടാതെ സൂക്ഷിക്കാൻ ഉപയോഗിക്കുന്ന രാസവസ്തു. അച്ചാറുകൾ, സോസുകൾ, ജാമുകൾ എന്നിവ കേടുകൂടാതിരിക്കാൻ ഉപയോഗിക്കുന്ന ഒരു പ്രമുഖ പ്രിസർവേറ്റീവാണ് സോഡിയം ബെൻസോയേറ്റ് എന്ന് പറയുന്നത്. പ്രകൃതിദത്തമായി ഉപ്പ്, അതുപോലെ തന്നെ വിനാഗിരി എന്നിവയൊക്കെ ഇതിനായിട്ട് ഉപയോഗിക്കാറുണ്ട്. 76. ചലിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വസ്തുവിൻ്റെ പ്രവേഗം ഇരട്ടിയായി വർദ്ധിപ്പിച്ചാൽ അതിൻ്റെ ഗതികോർജത്തിന് എന്ത് മാറ്റം സംഭവിക്കും? ഉത്തരം ഓപ്ഷൻ ബി 4 ഇരട്ടിയാകും. ഓപ്ഷൻ ബി 4 ഇരട്ടിയാകും. ഗതികോർജം കാണാൻ അഥവാ കൈനറ്റിക് എനർജി കാണാനുള്ള ഇക്വേഷൻ നമുക്കറിയാം. K=12 mv² എന്നാണ്. ഇവിടെ പ്രവേഗം ഇരട്ടിയാകുമ്പോൾ അതിൻ്റെ വർഗ്ഗമാകും. ഈ വർഗ്ഗം അതിൻ്റെ വർഗ്ഗമാകുന്നു. പ്രവേഗം ഇരട്ടിയാകുമ്പോൾ അതിൻ്റെ വർഗ്ഗമാകുന്നു. അതിനാൽ ഗതികോർജം 4 ഇരട്ടിയാകും. 77. ഒരു വസ്തുവിൽ ഭൂമി പ്രയോഗിക്കുന്ന ആകർഷണ ബലം ഡാഷാണ്. ഉത്തരം ഓപ്ഷൻ സി ഭാരം. ഓപ്ഷൻ സി ഭാരം. ഭാരത്തിൻ്റെ യൂണിറ്റ് ന്യൂട്ടനാണ്. ഇത് സ്ഥലത്തിനനുസരിച്ച് മാറിക്കൊണ്ടിരിക്കും. പിണ്ഡം എന്നാൽ മാസാണ്. ഒരു വസ്തുവിൽ അടങ്ങിയിരിക്കുന്ന ദ്രവ്യത്തിൻ്റെ അളവാണ് പിണ്ഡം എന്ന് പറയുന്നത്. 78ാമത്തെ ചോദ്യം PSC ഫൈനൽ ആൻസർ കീ പ്രകാരം ക്യാൻസൽ ചെയ്താണ്. 79 നോക്കാം. താഴെ കൊടുത്തിരിക്കുന്നവയിൽ തരംഗദൈർഘ്യം കൂടിയത് ഏതു നിറത്തിനാണ്? താഴെ കൊടുത്തിരിക്കുന്നവയിൽ തരംഗദൈർഘ്യം കൂടിയത് ഏതു നിറത്തിനാണ്? ഉത്തരം ഓപ്ഷൻ എ ഓറഞ്ച്. ഓപ്ഷൻ എ ഓറഞ്ച്. ദൃശ്യപ്രകാശത്തിൽ ഏറ്റവും കൂടുതൽ തരംഗദൈർഘ്യമുള്ളത് ചുവപ്പാണ്. ഏറ്റവും കുറവ് വയലറ്റിനുമാണ്. ഇനി 80ാമത്തെ ചോദ്യം. ഊഷ്മാവ് അളക്കുന്ന ഒരു യൂണിറ്റാണ്. ഊഷ്മാവ് അളക്കുന്ന യൂണിറ്റ് ഏതാണ്? ഓപ്ഷൻ ബി കെൽവിനാണ്. ഓപ്ഷൻ ബി കെൽവിൻ. ഊഷ്മാവിൻ്റെ അന്താരാഷ്ട്ര യൂണിറ്റ് കെൽവിനാണ്. സെൽഷ്യസ്, ഫാരൻഹീറ്റ് എന്നിവ ഊഷ്മാവ് അളക്കാൻ ഉപയോഗിക്കുന്നു. ഓപ്ഷനിൽ തന്നിട്ടുള്ള ജൂള് പ്രവൃത്തി അല്ലെങ്കിൽ ഊർജത്തിൻ്റെ യൂണിറ്റാണ്. വാൾട്ട് പവറിൻ്റെ യൂണിറ്റാണ്. ഡൈൻ ബലത്തിൻ്റെ CGS യൂണിറ്റ് ആണെന്ന് കൂടി ഓർത്തിരിക്കുക. 81ാമത്തെ ചോദ്യം മുതൽ മാത്സിൻ്റെ ചോദ്യങ്ങൾ സ്റ്റാർട്ട് ചെയ്യുകയാണ്. ഓരോ ചോദ്യങ്ങളും ചെയ്തു കൊടുക്കുന്നുണ്ട്. ഡൗട്ടുള്ള ചോദ്യം കമൻറ്റ് ബോക്സിലൂടെ ചോദിക്കാം. 81ാമത്തെ ചോദ്യം. കൂട്ടത്തിൽപ്പെടാത്ത സംഖ്യ ഏത്? കൂട്ടത്തിൽപ്പെടാത്ത സംഖ്യ ഏത്? ഉത്തരം ഓപ്ഷൻ സി 125 ആണ്. കാരണം എന്താണ്? ഓപ്ഷൻ എ നോക്കിക്കേ, 36. 36 എന്ന് പറയുന്നത് 6ൻ്റെ സ്ക്വയർ ആണ്. 6 36. 6ൻ്റെ സ്ക്വയർ ആണ് 36. ബി തന്നിരിക്കുന്നത് 100 ആണ്. ഓപ്ഷൻ ബി 100 ആണ്. 100 എന്ന് പറയുന്നത് എന്താണ്? 10ൻ്റെ സ്ക്വയർ ആണ്. 100 10ൻ്റെ സ്ക്വയർ ആണ്. അതുപോലെ തന്നെ ഡി തന്നിരിക്കുന്നത് 9 ആണ്. 9 എന്താണ്? 3ൻ്റെ സ്ക്വയർ ആണ്. 3ൻ്റെ സ്ക്വയർ ആണ് 9. എന്നാൽ 125 എന്നത് ഒരു പൂർണ്ണവർഗമല്ല, ഒരു പൂർണ്ണ ഘനമാണ്. അതായത് 5ൻ്റെ ക്യൂബാണ് 125 എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ഓപ്ഷൻ സി ഇവിടെ ഉത്തരമായിട്ട് വന്നത്. 82ാമത്തെ ചോദ്യം. 13.01 പ്ലസ് 14.032 മൈനസ് 10.43. ഉത്തരം ഓപ്ഷൻ എ 16.612 ആണ് ഉത്തരം. 83ാമത്തെ ചോദ്യം. ദൂരം കിലോമീറ്റർ ആയാൽ കോൺ എന്താണ്? ഉത്തരം ഓപ്ഷൻ ബി ഡിഗ്രി. ഓപ്ഷൻ ബി ഡിഗ്രി. കാരണം എന്താണ്?
ദൂരം അളക്കുന്ന യൂണിറ്റാണ് കിലോമീറ്റർ. അതുപോലെ തന്നെ കോൺ അളക്കുന്നത് ഡിഗ്രിയിലാണെന്ന് ഓർത്തിരിക്കുക. 84ാമത്തെ ചോദ്യം നോക്കാം. അടുത്ത സംഖ്യ ഏതെന്ന് കണ്ടുപിടിക്കുക. ഇത് ഒരു സംഖ്യാശ്രേണിയാണ്. ഇവിടെ സംഖ്യകൾ തമ്മിലുള്ള വ്യത്യാസമാണ് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത്. 7, 11, 19, 31, 47 എന്നാണ് തന്നിട്ടുള്ളത്. 7ന്റെ കൂടെ എത്ര കൂട്ടുമ്പോൾ 11 കിട്ടുന്നു? 7ന്റെ കൂടെ 4 കൂട്ടുമ്പോൾ 11 കിട്ടുന്നു, +4. അതുപോലെ തന്നെ 11ന്റെ കൂടെ 8 കൂട്ടുമ്പോൾ 19 കിട്ടുന്നു. 11ന്റെ കൂടെ 8 കൂട്ടുമ്പോൾ 19 കിട്ടുന്നു. 19ന്റെ കൂടെ എത്ര കൂട്ടുമ്പോഴാണ് 31 കിട്ടുന്നത്? 12 കൂട്ടുമ്പോഴാണ് 31 കിട്ടുന്നത്. ഇനി 31ന്റെ കൂടെ എത്ര കൂട്ടുമ്പോഴാണ് 47 കിട്ടുന്നത്? 16 അല്ലേ? അപ്പോൾ ഇവിടെ നോക്കിയേ, 4, 8, 12, 16 എങ്ങനെയാണ്? 4ന്റെ ഗുണിതങ്ങളായിട്ടാണ് വരുന്നത്. അപ്പോൾ ഉറപ്പായിട്ടും 16ന്റെ കൂടെ വീണ്ടും 4 കൂട്ടുമ്പം 20. അപ്പം 47ന്റെ കൂടെ 20 കൂട്ടുമ്പോൾ എത്ര കിട്ടുന്നു? 47ന്റെ കൂടെ 20 കൂട്ടുമ്പോൾ 67. ഓപ്ഷൻ ഡി 67 ആണ് ഉത്തരമായിട്ട് വരുന്നത്. ഓപ്ഷൻ ഡി 67 ആണ് ഉത്തരം. മനസ്സിലായല്ലോ? 4, 8, 12, 16 ഈ രീതിയിലാണ് നമ്പേഴ്സ് കൂടി വരുന്നത്. അപ്പം 4 വീതം കൂട്ടുമ്പോൾ അടുത്തത് കൂട്ടേണ്ടത് +20 ആണ്. അതാണ് ഇതിൻ്റെ ബേസിക്. അടുത്ത ചോദ്യം 85ാമത്തെ ചോദ്യം. ഒരു മാസത്തിലെ 3-ാം തീയതി വെള്ളിയാഴ്ചയാണെങ്കിൽ ആ മാസത്തിലെ 21-ാം തീയതിക്ക് ശേഷമുള്ള 4-ാം ദിവസം ഏതാണ്? ഒരു മാസത്തിലെ 3-ാം തീയതി വെള്ളിയാഴ്ച എന്ന് തന്നു, 3 വെള്ളി എന്ന് തന്നു. എങ്കിൽ ആ മാസത്തിലെ 21-ാം തീയതിക്ക് ശേഷമുള്ള 4-ാം ദിവസം ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. 3 വെള്ളിയാണെങ്കിൽ നമുക്കറിയാം ആ മാസത്തിൽ 10, 17, 24 ദിവസങ്ങളും എന്തായിരിക്കും? വെള്ളി തന്നെ ആയിരിക്കും അല്ലേ? 3 വെള്ളിയാഴ്ചയാണെങ്കിൽ പിന്നീട് ആ മാസത്തിലുള്ള 10-ാം തീയതി, 17-ാം തീയതി, 24-ാം തീയതിയും വെള്ളിയാഴ്ചയായിരിക്കും. നമ്മളോട് പറഞ്ഞിട്ടുണ്ട് 21-ാം തീയതിക്ക് ശേഷമുള്ള 4-ാം ദിവസം, അതായത് 21 കഴിഞ്ഞിട്ട് 4 ദിവസം കൂടെ കൂട്ടുമ്പം 25-ാം തീയതിയായി. ആ 25-ാം തീയതി ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. 24 വെള്ളിയാണെന്ന് നമുക്ക് ഇവിടുന്ന് കിട്ടിയിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ 25 ശനിയായിരിക്കും. ഓപ്ഷൻ എ ശനി. ഓപ്ഷൻ എ ശനി. 86ാമത്തെ ചോദ്യം. സരളയുടെ റാങ്ക് മുകളിൽ നിന്ന് 9ഉം താഴെ നിന്ന് 38ഉം ആണെങ്കിൽ ക്ലാസ്സിൽ ആകെ എത്ര കുട്ടികൾ ഉണ്ട്? ആകെ കുട്ടികളെ കാണാനുള്ള ഇക്വേഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്. മുകളിൽ നിന്നുള്ള റാങ്ക് പ്ലസ് താഴെ നിന്നുള്ള റാങ്ക് -1. മുകളിൽ നിന്നുള്ള റാങ്ക് എത്രയാണ്? 9. 9 പ്ലസ് താഴെ നിന്നുള്ള റാങ്ക് 38 മൈനസ് എത്രയാണ്? -1 ചെയ്താൽ ഉത്തരം കിട്ടും. ഉത്തരം നമുക്ക് ഓപ്ഷൻ ബി 46 എന്ന് കിട്ടും. ഓപ്ഷൻ ബി 46. അടുത്തത് 87ാമത്തെ ചോദ്യം. 2 സംഖ്യകളുടെ ലസാഗു 7700ഉം ഉസാഗ 11ഉം ആണ്. അതിൽ ഒരു സംഖ്യ 275 ആണെങ്കിൽ മറ്റേ സംഖ്യ ഏത്? 2 സംഖ്യകളുടെ ലസാഗു അഥവാ LCM എന്ന് പറയുന്നത് 7700, ഉസാഗ അഥവാ HCF 11 ആണ്. അതിലൊരു സംഖ്യയും തന്നിട്ടുണ്ട്. മറ്റേ സംഖ്യ എങ്ങനെ കണ്ടുപിടിക്കാം? നമുക്കറിയാം 2 സംഖ്യകളുടെ ഗുണനഫലം = ലസാഗു × ഉസാഗ. ഈ ഇക്വേഷൻ ഉപയോഗിച്ച് ചെയ്യുമ്പം ഉത്തരം നമുക്ക് ഓപ്ഷൻ സി 308 എന്ന് കിട്ടും. ഓപ്ഷൻ സി 308. 88ാമത്തെ ചോദ്യം. 44 1/3 പ്ലസ് 10 1/3 മൈനസ് 8 1/3 എത്രയെന്നാണ് ചോദ്യം. ഇത് ചെയ്യുമ്പോൾ ഇതിൽ തന്നിട്ടുള്ള പൂർണ്ണസംഖ്യകളെ ആദ്യം നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. 44 പ്ലസ് 10 മൈനസ് 8 46 എന്ന് നമുക്ക് കിട്ടുന്നു. അതിനുശേഷം ഭിന്നസംഖ്യകളെ തമ്മിൽ കൂട്ടി ചെയ്യാം. കൂട്ടുമ്പോൾ എത്ര വരും? ഭിന്നസംഖ്യകളുടെ വർക്ക് ചെയ്യുമ്പോൾ ഉത്തരം നമുക്ക് 1/3 എന്ന് കിട്ടും. അപ്പം 46 1/3 ആണ് ഇതിൻ്റെ ഉത്തരം വരുന്നത്. ഓപ്ഷൻ എ ആണ് ശരിയായിട്ടുള്ള ഉത്തരം. ഓപ്ഷൻ എ. 89ാമത്തെ ചോദ്യം. വാർഷിക പരീക്ഷയിൽ അമ്മുവിന് കണക്ക്, സയൻസ്, മലയാളം, ഹിന്ദി, ഇംഗ്ലീഷ് എന്നീ വിഷയങ്ങൾക്ക് കിട്ടിയ മാർക്കുകൾ യഥാക്രമം 32, 45, 50, 28, 40 എന്നിവയാണ്. എങ്കിൽ അമ്മുവിന് കിട്ടിയ ശരാശരി മാർക്ക് എത്ര? ശരാശരി കാണാനുള്ള ഇക്വേഷൻ നമുക്കറിയാം.
എങ്ങനെയാണ്? തുക ബൈ എണ്ണമാണ്. ഇവിടെ ശരാശരി മാർക്ക് കാണാനായിട്ട് ശരാശരി മാർക്ക് ഈസ് ഈക്വൽ ടു ആകെ മാർക്ക് ഡിവൈഡഡ് ബൈ വിഷയങ്ങളുടെ എണ്ണം. ആകെ മാർക്ക് എന്ന് പറഞ്ഞാൽ ഈ കിട്ടിയിരിക്കുന്ന ഓരോ വിഷയങ്ങളുടെ മാർക്കുകൾ തമ്മിൽ കൂട്ടുമ്പോൾ നമുക്ക് ആകെ മാർക്ക് കിട്ടും. ആകെ മാർക്ക് എന്ന് പറയുന്നത് 32, 45, 50, 28, 40 കൂട്ടുമ്പോൾ നമുക്ക് 195 എന്ന് കിട്ടും. 195. എത്ര വിഷയങ്ങളുണ്ട്? 1 കണക്ക്, 2, 3, 4, 5. 5 വിഷയങ്ങളുണ്ട്. 195 ഡിവൈഡഡ് ബൈ 5. ഉത്തരം നമുക്ക് ഓപ്ഷൻ സി 39 എന്ന് കിട്ടും. ഓപ്ഷൻ സി 39. 90-ാമത്തെ ചോദ്യം. 15,625 എന്ന സംഖ്യയുടെ വർഗ്ഗമൂലം കാണുക. 15,625 എന്ന സംഖ്യയുടെ വർഗ്ഗമൂലം കാണാനാണ് പറഞ്ഞിരിക്കുന്നത്. ഉത്തരം വരുന്നത് ഓപ്ഷൻ എ 125. ഓപ്ഷൻ എ 125. 91-ാമത്തെ ചോദ്യം നോക്കാം. 240 മീറ്റർ നീളമുള്ള ഒരു ട്രെയിൻ ഒരു പോസ്റ്റ് കടന്നു പോകുന്നതിന് വേണ്ട സമയം 24 സെക്കൻഡാണ് എങ്കിൽ 750 മീറ്റർ നീളമുള്ള പ്ലാറ്റ്ഫോം കടന്നു പോകുന്നതിന് എത്ര സമയം വേണം? 240 മീറ്റർ നീളമുള്ള ഒരു ട്രെയിൻ ഒരു പോസ്റ്റ് കടന്നു പോകുന്നതിന് 24 സെക്കൻഡാണ് സമയം വേണ്ടത്. അങ്ങനെയാണെങ്കിൽ 750 മീറ്റർ നീളമുള്ള പ്ലാറ്റ്ഫോം കടന്നു പോകുന്നതിന് എത്ര സമയം വേണം എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇത് കാണാനായിട്ട് ഇവിടെ നമുക്ക് ആദ്യം നമ്മൾ എന്താണ് ഈ ട്രെയിന് പോസ്റ്റ് കടന്നു പോകാൻ എത്രയാണ് വേഗത എടുത്തതെന്ന് നോക്കണം. ട്രെയിനിൻ്റെ നീളം 240 മീറ്റർ ആണെന്ന് പറഞ്ഞു. സമയം 24 സെക്കൻഡ് കൊണ്ട് പോസ്റ്റിനെ കടന്നുപോയി. അപ്പോൾ ആ ട്രെയിനിൻ്റെ ശരാശരി വേഗത എത്രയാണ്? 240 ഡിവൈഡഡ് ബൈ 24, 10 മീറ്റർ പെർ സെക്കൻഡ് ആണ് ട്രെയിനിൻ്റെ വേഗത. ഇനി നമുക്ക് പ്ലാറ്റ്ഫോം കടന്നു പോകാൻ വേണ്ട സമയം വേണം അല്ലേ? സമയം കാണണമെങ്കിൽ നമുക്ക് വേഗതയുടെ ആവശ്യമുള്ളത് കൊണ്ടാണ് നമ്മൾ വേഗത കണ്ടുപിടിച്ചത്. ഇനി പ്ലാറ്റ്ഫോം കടന്നു പോകാൻ വേണ്ട ദൂരമെന്ന് പറയുന്നത് എത്രയാണ്? ട്രെയിനിൻ്റെ നീളവും പ്ലാറ്റ്ഫോമിൻ്റെ നീളവും കൂടെ കൂട്ടണം. അത്രയും ദൂരം കടന്നാലേ പ്ലാറ്റ്ഫോം കടന്നു പോകാൻ പറ്റുള്ളൂ. അപ്പോൾ 240 + 750 990 മീറ്റർ നീളമാണ് ഉള്ളത്. ഈ ദൂരം കടന്നു പോകാൻ വേണ്ട സമയം കാണാനായിട്ട് 990 മീറ്റർ ഡിവൈഡഡ് ബൈ 10 സെക്കൻഡ് 99 എന്ന് കിട്ടും. ഓപ്ഷൻ ഡി 99 സെക്കൻഡാണ് ആവശ്യം. 92-ാമത്തെ ചോദ്യം. ഫോട്ടോയിലെ പുരുഷനെ ചൂണ്ടിക്കൊണ്ട് സ്ത്രീ പറഞ്ഞു, അയാളുടെ സഹോദരൻ്റെ അച്ഛൻ എൻ്റെ മുത്തശ്ശൻ്റെ ഒരേ ഒരു മകനാണ്. ഫോട്ടോയിലെ പുരുഷനും സ്ത്രീയും തമ്മിലുള്ള ബന്ധം എന്താണ്? ഉത്തരം ഓപ്ഷൻ സി സഹോദരൻ. ഓപ്ഷൻ സി സഹോദരൻ. 93. സാഡിനെ 814 എന്നും ക്യാറ്റിനെ 317 എന്നും ഇയറിനെ 519 എന്നും എഴുതിയാൽ ഡിയർ എന്നതിനെ സൂചിപ്പിക്കുന്ന സംഖ്യ ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇവിടെ എസിൻ്റെ വില 8 ആയിട്ടും എയുടെ വില 1 ആയിട്ടും ഡിയുടെ വില 4 ആയിട്ടും കൊടുക്കുന്നു. അതനുസരിച്ച് ക്യാറ്റിനും അങ്ങനെ തന്നെ സിയുടെ വില 3, എയുടെ വില 1, ടിയുടെ വില 7, ഇയുടെ വില 5, ഇയർ വരുമ്പോൾ ഇയുടെ വില 5, എയുടെ വില 1, ആറിൻ്റെ വില 9. ഇനി ഇതിൽ നിന്ന് നമുക്ക് ഡിയുടെ വില കിട്ടും. ഡിയുടെ വില ഇവിടെ എത്രയാണ് നോക്കിക്കേ. ഡിയുടെ വില ഇവിടെ തന്നിരിക്കുന്നത് 4. അപ്പം 4. ഇയുടെ വില എത്രയാണ്? 5 അല്ലേ? ഇക്ക് 5 അല്ലേ കൊടുത്തിരിക്കുന്നത്. അപ്പം 5. അടുത്തത് എയുടെ വില തന്നിരിക്കുന്നത് 1 ആണ്. നോക്കിക്കേ, എയുടെ വില തന്നിരിക്കുന്നത് 1 അല്ലേ? 1. ആറിൻ്റെ വില എത്രയാണ്? 9. ഉത്തരം നമുക്ക് കിട്ടി 4519. ഓപ്ഷൻ ബി ഇതാണ് കറുപ്പിക്കേണ്ടത്. ഓപ്ഷൻ ബി ആണ് ശരിയായ ഉത്തരം. 94-ാമത്തെ ചോദ്യം. 500 രൂപ വിലയുള്ള കസാര 10% ഡിസ്കൗണ്ട് അനുവദിച്ച് വിറ്റാൽ നഷ്ടം എത്ര? 500 രൂപ വിലയുള്ള കസാര 10% ഡിസ്കൗണ്ടിൽ വിറ്റു. അങ്ങനെയാണെങ്കിൽ നഷ്ടം എത്രയെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇവിടെ ഡിസ്കൗണ്ട് നഷ്ടമാണ്. അപ്പോൾ എന്താണ് കാണേണ്ടത്? 500 × 10/10% അല്ലേ? 500ൻ്റെ 10% എന്ന് പറയുന്നത് 50 രൂപ. ഓപ്ഷൻ സി 50 രൂപയാണ് നഷ്ടം വന്നിരിക്കുന്നത്. 95-ാമത്തെ ചോദ്യം. 3³ × 2 - 4 + 14 എത്രയെന്നാണ് ചോദ്യം. ഉത്തരം ഓപ്ഷൻ ഡി 64. ഓപ്ഷൻ ഡി 64. അടുത്തത് 96-ാമത്തെ ചോദ്യം.
റാണിയുടെ വയസ്സിനേക്കാൾ 10 കൂടുതലാണ് രവിയുടെ വയസ്സ്. രവിയുടെ വയസ്സിനേക്കാൾ 8 കുറവാണ് സുമയുടെ വയസ്സ്. സുമയുടെ വയസ്സ് 64 ആണെങ്കിൽ റാണിയുടെ വയസ്സ് എത്രയെന്നാണ് ചോദ്യം. റാണിയുടെ വയസ്സിനേക്കാൾ 10 കൂടുതലാണ് രവിയുടെ വയസ്സ്. രവിയുടെ വയസ്സിനേക്കാൾ 8 കുറവാണ് സുമയുടെ വയസ്സ്. സുമയുടെ വയസ്സ് 64 ആണെങ്കിൽ റാണിയുടെ വയസ്സ് എത്ര? ഇവിടെ നമുക്ക് തന്നിട്ടുള്ളത് സുമയുടെ വയസ്സ് കൃത്യമായിട്ട് തന്നിട്ടുണ്ട്. എത്രയാണ്? 64. ഇനി നമുക്ക് രവിയുടെ വയസ്സ് കണ്ടുപിടിക്കാം. എങ്ങനെയാണ്? രവിയുടെ വയസ്സിനേക്കാൾ 8 കുറവാണ് സുമയുടെ വയസ്സെന്ന് പറഞ്ഞാൽ രവിയുടെ വയസ്സ് കിട്ടാൻ സുമയുടെ വയസ്സിനോട് 8 കൂട്ടുക. അപ്പം 72. രവിക്ക് 72 വയസ്സുണ്ട്. ഇനി നോക്കിക്കേ, റാണിയുടെ വയസ്സിനേക്കാൾ 10 കൂടുതലാണ് രവിയുടെ വയസ്സ്. അപ്പം റാണിയുടെ വയസ്സിൽ നിന്നും രവിയുടെ വയസ്സിൽ നിന്നും 10 കുറച്ചാൽ റാണിയുടെ വയസ്സ് കിട്ടും. ഉത്തരം 62. ഓപ്ഷൻ ഡി 62. ഓപ്ഷൻ ഡി 62 ആണ് ആരുടെ വയസ്സ്? റാണിയുടെ വയസ്സ് 62. 97ാമത്തെ ചോദ്യമാണ്. ഒറ്റയാനെ കണ്ടെത്തുക. ഓപ്ഷൻ എ തന്നിരിക്കുന്നത് 100. ഓപ്ഷൻ ബി 10 സ്ക്വയർ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം 10 × 10 100 ആണ്. അടുത്തത് നോക്കിയേ, ഓപ്ഷൻ സി തന്നിട്ടുണ്ട് 4 സ്ക്വയർ പ്ലസ് 3 സ്ക്വയർ. 4 സ്ക്വയർ 4ൻ്റെ സ്ക്വയർ എത്രയാണ്? 4 16. 16 പ്ലസ് 3ൻ്റെ സ്ക്വയർ 9 ആണ്. കൂട്ടുമ്പോൾ എത്ര കിട്ടും? 25 കിട്ടും. ഇനി ഓപ്ഷൻ ഡി നോക്കിക്കേ, 6 സ്ക്വയർ പ്ലസ് 8 സ്ക്വയർ. 6 സ്ക്വയർ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം എത്രയാണ്? 6 36. അപ്പം 36 പ്ലസ് 8 64. 64. 36 64 കൂടെ കൂട്ടുമ്പോൾ 100 കിട്ടും. ഇതിൽ നിന്ന് നമുക്ക് ഉത്തരം കിട്ടി. ഓപ്ഷൻ സി ആണ് ഉത്തരം. കാരണം എന്താണ്? മറ്റുള്ളവയെല്ലാം തന്നെ എന്താണ്? 100ന് തുല്യമാണ്. 100 100 100. ഓപ്ഷൻ എയും ബിയും ഡിയും 100ന് തുല്യമാണ്. സി 100ന് തുല്യമല്ല. അതുകൊണ്ട് സി ആണ് ഒറ്റയാൻ. ഇനി 98ാമത്തെ ചോദ്യമാണ്. 98ാമത്തെ ചോദ്യപ്രകാരം ഉത്തരം വരുന്നത് ഓപ്ഷൻ എ 122. ഓപ്ഷൻ എ 122. അടുത്തത് 99ാമത്തെ ചോദ്യം. 9x³ = 216 ആയാൽ എക്സിൻ്റെ വില എത്രയെന്നാണ് ചോദ്യം. ഇത് PSC ഫൈനൽ ആൻസർ കീ പ്രകാരം ക്യാൻസൽ ചെയ്ത ചോദ്യമാണ്. നമുക്ക് 100ാമത്തെ ചോദ്യം നോക്കാം. 27:3 ആയാൽ 1000ന് എത്രയാണ് വരുന്നതെന്നാണ് ചോദ്യം. ഇവിടെ 27ഉം 3ഉം തമ്മിലുള്ള ബന്ധം, അതായത് നമുക്ക് 3³ നമുക്ക് 27 ആക്കാം അല്ലേ? 3 × 3 × 3 എന്ന് പറഞ്ഞാൽ 27 ആണ്. അങ്ങനെയാണെങ്കിൽ 1000 കിട്ടണമെങ്കിൽ എന്താണ് ചെയ്യേണ്ടത്? 10³ ചെയ്യണം അല്ലേ? 10³. ഓപ്ഷൻ എ ആണ് ഉത്തരമായിട്ട് വരുന്നത്. ഓപ്ഷൻ എ ആണ് 1000 വരുന്നത്. 10³ ചെയ്താലാണ് നമുക്ക് 1000 കിട്ടുന്നത്. അപ്പോൾ ഓപ്ഷൻ എ 10 ആണ് ഉത്തരം വരുന്നത്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ക്ലാസ്സിലെ 100 ചോദ്യങ്ങൾ ഇതാണ്. ഈ 100 ചോദ്യങ്ങളും മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. ഏതെങ്കിലും ചോദ്യത്തിൽ ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിലൂടെ ചോദിക്കാം. അടുത്ത ദിവസം മറ്റൊരു ക്ലാസ്സുമായി വീണ്ടും കാണാം. എല്ലാവർക്കും വിജയാശംസകൾ. താങ്ക് യു.